നവരാത്രി ആഘോഷം ഇന്ന് മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്കുമാണ്. നവരാത്രിയുടെ മൂന്നാം ദിവസമായ ഇന്ന് പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി സരസ്വതി മണ്ഡപത്തിൽ നിന്ന് എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എത്രത്തോളം ഭക്തിനിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് എല്ലാവരും? ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് തലസ്ഥാന നഗരം കടന്നു പോകുന്നത്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഭക്തജനത്തിന്റെ തിരക്ക് ഈ മണിക്കൂറിൽ അനുഭവപ്പെടുകയാണ്. രാവിലെയും സമാനമാണ് കാഴ്ചകൾ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൂജപ്പുരയിലുള്ള ക്ഷേത്രമായ ഏറ്റവും പ്രസിദ്ധമായ ഒരുപക്ഷെ നവരാത്രി ആഘോഷങ്ങൾക്ക് തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ക്ഷേത്രം കൂടിയായ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലും ക്ഷേത്രത്തിലുമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ് വലിയ രീതിയിലുള്ള ജനപ്രവാഹം ഇവിടെ ഈ വൈകുന്നേരം എത്തുന്നുണ്ട്. ഒപ്പം തന്നെ വിശേഷാൽ പൂജകൾ ഇവിടെ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്നുള്ളത് ക്ഷേത്രത്തിലെത്തി ദേവനും ദേവിക്കുമൊക്കെ നിറപറ അർപ്പിക്കുന്നത് അടക്കമുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിലുണ്ട്. അത് വരും ദിവസങ്ങളിലൊക്കെ നടക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഗോപുരമാണ്. ഗോപുരത്തോട് ചേർന്നുള്ള ക്ഷേത്രത്തിൽ ദർശനം തുടരുന്നുണ്ട്. വൈകിട്ട് 4:30 നട തുറന്നതു മുതൽ ഉള്ള തിരക്ക് ഈ മണിക്കൂറിലും ഇപ്പോൾ തുടരുകയാണ്. ഒപ്പം തന്നെ ക്ഷേത്രത്തോട് ചേർന്നുള്ള സരസ്വതി മണ്ഡപമുണ്ട്. ഒപ്പം തന്നെ മറ്റ് ഓഡിറ്റോറിയങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെ വിശിഷ്ടമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ തുടർച്ചയെന്നോണം പ്രത്യേകമായിട്ടുള്ള വഴിപാടുകൾ തുടരുന്നുണ്ട്. കൂടാതെ തന്നെ പൂജപ്പുര നവരാത്രി മഹോത്സവങ്ങളിൽ ക്ഷേത്രാനുഷ്ഠാന കർമ്മങ്ങൾക്കൊപ്പം തന്നെ വിശേഷാൽ പൂജകളായ ശ്രീ സരസ്വതി യാമപൂജ, ഒപ്പം തന്നെ മഹാസരസ്വതി മംഗളഹോമം അടക്കമുള്ള ചടങ്ങുകളും ക്ഷേത്രത്തിൽ തുടരുന്നുണ്ട്. കൂടാതെ തന്നെ നവരാത്രി മഹോത്സവം പ്രമാണിച്ച് ശ്രീ സ്വാതി തിരുനാൾ സരസ്വതി മണ്ഡപത്തിലും ശ്രീ ചിത്ര തിരുനാൾ ഓഡിറ്റോറിയത്തിലുമായി രാപ്പകൽ ഭേദമന്യേ നവരാത്രി സംഗീതോത്സവം തുടരുകയാണ്. ഇപ്പോഴും അത് കച്ചേരി അടക്കമുള്ള വിശേഷാൽ വഴിപാടുകളൊക്കെ ഇവിടെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നവരാത്രി കനകസഭ, സംഗീത സദസ്സ്, നവരാത്രി പ്രഭാഷണ പരമ്പര അടക്കം ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ ക്ഷേത്രത്തിൽ ഈ നവരാത്രി ദിനങ്ങളിൽ നടക്കുന്നുണ്ട്. നവരാത്രി സാഹിത്യ സാംസ്കാരിക സമ്മേളനം അല്പസമയത്തിനകം ക്ഷേത്രത്തിൽ ആരംഭിക്കുകയും ചെയ്യും. ഇന്ന് നടക്കുന്ന കനകസഭ ദർശനം എന്നുള്ളത് ശ്രീ സരസ്വതി ദേവിയുടെ ചന്ദ്രഖണ്ഡ ഭാവത്തെ എഴുന്നള്ളിച്ച് സരസ്വതി മണ്ഡപത്തിൽ ഇരുത്തും. തുടർന്ന് അഭിഷേകം, ദീപാരാധന കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളത്ത് നടത്തും എന്നുള്ളതാണ് ഇന്നത്തെ കനകസഭയുടെ പ്രധാനപ്പെട്ട ചടങ്ങും ആചാരവും എന്നുള്ളത്. ഒപ്പം തന്നെ നവരാത്രി കനകസഭ സംഗീത സദസ്സ് കഴിഞ്ഞതിന് ശേഷം തിരുനട ഇന്ന് അടയ്ക്കുകയും ചെയ്യും. നാളെയും സമാനമായി വിശേഷാൽ പൂജകളും ചടങ്ങുകളുമുണ്ട്. പ്രായഭേദമന്യേ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. ഒന്ന് ദർശനത്തിന്, മറ്റൊന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ എന്നുള്ളതാണ്. തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഓണം വാരാഘോഷം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് ഈ സരസ്വതി ക്ഷേത്രത്തിലേക്കും മണ്ഡപത്തിലേക്കും ഒക്കെയാണ്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ, ഒപ്പം തന്നെ ഈ ലൈറ്റും ശബ്ദവും ഒക്കെ, വർണ്ണക്കാഴ്ചകൾ, അതൊക്കെ കാണാൻ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ വലിയൊരു ജനപ്രവാഹം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ പോലീസ് കർശനമാക്കിയിട്ടുണ്ട്. പൂജപ്പുര പോലീസിൻ്റെയും ഒപ്പം തന്നെ മ്യൂസിയം അടക്കമുള്ള പോലീസിൻ്റെ പ്രത്യേക സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വനിതാ പോലീസിനെയും ഇവിടെ അധികമായി വിന്യസിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വിജയദശമി മഹാനവമി ദിവസത്തേക്കുള്ള കാത്തിരിപ്പാണ്. അന്നേ ഇവിടെ പൂജവെപ്പിനോടൊപ്പം തന്നെ എഴുത്തിനെഴുത്തൽ ചടങ്ങുകൾ അടക്കമുണ്ട്. അതിനെത്താനും ഒപ്പം തന്നെ എത്തി പേര് രജിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള തിരക്കുകൾ ഇപ്പോൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നട അടയ്ക്കുന്നത് വരെ രാത്രി 9:30 വരെ ഈ തിരക്ക് തുടരും. ഒപ്പം തന്നെ സരസ്വതി മണ്ഡപത്തിലും മറ്റ് ഓഡിറ്റോറിയത്തിലുമായി പ്രത്യേക പരിപാടികളും തുടരുകയാണ്. ശ്യാമ, ദേവി ചന്ദ്രകണ്ഠ അറിവിൻ്റെയും ശൗര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെ ചൈതന്യ രൂപമാണ് ചന്ദ്രകണ്ഠാദേവി. ഇന്ന് മൂന്നാം ദിനം ദേവി ചന്ദ്രകണ്ഠയാണ് നമ്മൾ ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശാലിനി.